ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും ഇതുപോലത്തെ ഒരു വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. സംഭവം കാണുന്നത് പോലെ തന്നെ സിമ്പിളാണ് കേട്ടോ, എന്നാൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതുപോലത്തെ സർക്കിൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ടാപ്പൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ സെല്ലോ ടാപ്പ്, മാസ്കൻ ടാപ്പിൻ്റെ ഒക്കെ ഉള്ളിൽ കാണുന്ന ഈ ഒരു കാർഡ്ബോർഡിൻ്റെ റൗണ്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊന്ന് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കൊടുത്തു കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ കേട്ടോ, അതിൻ്റെ ഉള്ളിലും ഞാനിതാ ഇതുപോലെ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വലുതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ എനിക്ക് വലിയ റൗണ്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മിനിയേച്ചർ ചെയ്യുന്നത്. അപ്പം ഇതാ ഇതുപോലെ നമ്മുടെ റൗണ്ട് ഫുള്ളായിട്ടും നമുക്ക് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഈ അത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് നമ്മളെ പേപ്പർ സ്ട്രോ, പ്ലാസ്റ്റിക് സ്ട്രോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് പേപ്പർ സ്ട്രോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മിനിയേച്ചർ ഡെക്കോർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 സ്ട്രോ ഒക്കെ മതിയാവും കേട്ടോ. നമ്മളിത് പീസായിട്ട് കട്ട് ചെയ്യുന്നതും കൊണ്ട് കേട്ടോ. ഇനി വലുതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ചധികം സ്ട്രോ ഒക്കെ വേണ്ടി വരും. മിനിയേച്ചർ ആയതുകൊണ്ട് ഒരു 4-5 സ്ട്രോ, ഒരു സ്ട്രോ 3 പീസൊക്കെ ആക്കിയിട്ടും ഇതുപോലെ ചെറുതും വലുതൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് റാൻഡം ആയിട്ടും ഇതുപോലെ മേലക്കും താഴേക്കൊക്കെ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അനങ്ങി ഉരുണ്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് സെല്ലോ ടാപ്പോ മാസ്കൻ ടാപ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സർക്കിൾ ഇതിൻ്റെ മേലേക്ക് ഒന്ന് വെക്കുക. എന്നിട്ട് ഇതുപോലെ പകുതി ഉള്ളിലും പകുതി താഴേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളെ റൗണ്ട് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളെ റൗണ്ട്. നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടും നമ്മൾ ഇതിങ്ങനെ സ്ട്രോ ഇങ്ങനെ ഉരുണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു, മര്യാദക്ക് ഒട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടും നമ്മളെ സ്ട്രോ ഒക്കെ ഇങ്ങനെ അനങ്ങിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനിതുപോലെ നമ്മളെ ഫ്ലസ്കിക്ക് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മാർക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഒരു പീസ് കിട്ടും. ഇനി ഇത് നമ്മളെ റൗണ്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അളവൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ സൈഡിലുള്ള ഒരു കുഞ്ഞ് റൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലസ്കിക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ആ റൗണ്ടിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഹോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കറക്റ്റ് നമ്മൾ അളവെടുത്ത് വരച്ചതും കൊണ്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഫ്ലസ്കൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊന്ന് എൻ്റെ അടുത്ത് ഗോൾഡൻ കളർ ഇല്ല, ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം മഞ്ഞ കളർ ഫുള്ളായിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലേക്ക് എൻ്റെ അടുത്ത് ഈ ഒരു ഗോൾഡൻ പൗഡർ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഫുള്ളായിട്ടും ഈ ഒരു ഗോൾഡൻ പൗഡർ ഉണ്ടല്ലേ. അപ്പം ഇതിനായിട്ട് കുറക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മഞ്ഞേൻ്റെ മേലെ കൂടെ ഇതുപോലെ ഗോൾഡൻ പൗഡറും കൂടെ കൊടുത്തപ്പോൾ ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ചതുപോലെ ഉണ്ട്, നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പുറകിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചാക്കുനൂല് ഇതുപോലെ വെച്ചിട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു ഹുക്കും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളടുത്തുള്ള ഫ്ലവേഴ്സും ലീഫൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കി കൊടുക്കാം. ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ മടിച്ചിട്ട് ബേക്ക് കാണുന്ന ആ ഒരു ഡെക്കോറിനാണ് ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊരു 3 ഫ്ലവേഴ്സ് എടുത്ത് നമ്മളെ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.